ആ അണ്ണാ, നീ ഇതെങ്ങോട്ടാണ്? ഓ, ഞാൻ ആ വർക്ക്ഷോപ്പിലെ ബിനുവിന് 25,000 രൂപ കടം കൊടുത്താ. ഒരാഴ്ചയ്ക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞപ്പോൾ ആഴ്ച 3 വിളിച്ചാൽ ഫോൺ എടുക്കുകയല്ലേ നീ? ജസ്റ്റ് എൻ്റെ പൊന്നേടാ, നീ അല്ലാതെ വേറെ ആരെയല്ല അവന് കാശ് കടം കൊടുക്കുമോ? അതന്നെ, ഇത് അവൻ്റെ സ്ഥിരം പരിപാടിയാണ്. എന്തെങ്കിലും പറഞ്ഞ് കാശ് മേടിക്കും, വീട്ടിൽ കയറി ഒളിച്ചിരിക്കും. എന്നാ വീട്ടിൽ പോയി പുള്ളി അങ്ങ് പൊക്കിയാൽ പോരെ? അങ്ങ് എന്നാ മതി. എടാ അവനേക്കാൾ ഫ്രോഡ് അവൻ്റെ കെട്ടിയോള്. നമ്മൾ ചെല്ലുമ്പോൾ അവള് പറയും ചേട്ടൻ ഇവിടെ ഇല്ല, ദൂരെ എങ്ങാനും പോയേക്കുവാന്ന്. ഇനി നമ്മളെങ്ങാനും അകത്ത് നോക്കാന്ന് വെച്ചാലോ, ഇവള് കരഞ്ഞ് പോലീസിനെ വിളിക്കും, ആളെയും കൂട്ടി ഇടിയും കിട്ടും. കയറിയ തടിക്കട വെച്ച ആ പണല്ല ഞാൻ അതിൽ കയറുന്ന വലിച്ചൂരിയത്. ഏറെക്കുറെ ഞാൻ എന്നാലും പോയി നോക്കാം. എനിക്കെൻ്റെ കാശ് കിട്ടിയാൽ മതിയാവുള്ളൂ. ഇനി കരഞ്ഞ് കാല് പിടിച്ചിട്ടാണെങ്കിലും. ബിനുചേട്ടാ, ആരും ഇല്ല ഇവിടെ? ഞാൻ ബിനുചേട്ടന് 25,000 രൂപ കടം കൊടുത്തായിരുന്നു. ഇപ്പം വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. തരാന്ന് പറഞ്ഞ സമയം കഴിഞ്ഞു. വിശാല് ഏട്ടൻ പറഞ്ഞായിരുന്നു. ഏട്ടൻ കാണുമ്പോഴേ കാശുകാരായിരിക്കും കേട്ടോ. ആണോ? പിന്നെ പക്ഷേ ഏട്ടൻ ഇപ്പൊ ഇടില്ല, ഒരു യാത്രയില്ല, ഒരാഴ്ച കഴിഞ്ഞേ വരുള്ളൂ. അയ്യോ ചേച്ചി, അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. എനിക്ക് വളരെ അർജന്റായിട്ട് വേണ്ട കാശാ. അങ്ങനെ പറഞ്ഞ എങ്ങനാ? കാശ് ഇപ്പൊ പുള്ളിയുടെ കയ്യിലല്ലേ? അയ്യോ, ബിനുചേട്ടനകത്തുണ്ടെന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിക്കകത്തുനിന്ന് കയറി നോക്കണം. ഒരു പെണ്ണ് തന്നെയുള്ള വീട്ടിൽ തന്നെ അകത്ത് കയറുവോ? എന്നാ ഒന്ന് കയറിക്കേ. പിന്നെ പോലീസിനെ കൊണ്ട് ഞാൻ അകത്താക്കും കേട്ടല്ലോ. ചേട്ടനകത്തിരുന്ന് ഉറപ്പാണോ? ഉറപ്പാണ്. എന്റെ പൊന്നടി, പുള്ളി കൊണ്ടുപോയിരുന്ന ഉറപ്പില്ലാത്താണ് ഞാൻ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്. നേരത്തെ ഒരു ചായ എടുത്തോണ്ട് വാ. എത്ര ആളായി നമ്മൾ ആ ബെഡ്റൂമിൽ ഇരുന്നൊരു വർത്താനമൊക്കെ പറഞ്ഞിട്ട്. എടാ 25,000 രൂപ നീ എന്നെ അങ്ങ് ഒഴിവാക്കാനായിരുന്നല്ലടാ നിന്റെ പ്ലാൻ. എടാ ഇബിന് കൊക്കിൽ ചെറുപ്പം ഞാൻ സമ്മതിക്കില്ലടാ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഇങ്ങനൊരു മണ്ട. അപ്പൊ ഞാൻ 25,000 കൊണ്ടാണോ അതകത്തിനും ചായ കുടിക്കണം?